ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു പച്ച പാവയ്ക്കയാണ്. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ അല്ല, ഇതിൻ്റെ കളറിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇതൊരു പച്ച കളറാണ് ഇതിന്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ: പാവയ്ക്ക 2 വേണം. നമ്മളിത് വട്ടത്തിൽ മുറിച്ചെടുക്കുകയാണ് ഈ പാവയ്ക്ക. ഒരു സബോള വേണം, ഒരു 2-3 പച്ചമുളക്, കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ കാണാം. എണ്ണ നല്ലപോലെ തിളയ്ക്കുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കടുകിടുക. കടുക് പൊട്ടിയതിന് ശേഷം അതിനകത്തേക്ക് സവോള, കരിവേപ്പില, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ നമ്മൾ അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം, എങ്കിലേ ഇതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. സാധാരണ പാവയ്ക്കയ്ക്ക് നല്ല കയ്പ്പായിരിക്കും, അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ ഈ കറി മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറ് കഴിക്കാം. ഇത് ആക്ച്വലി ഞങ്ങൾക്ക് ഇതൊരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്, ഈ ഒരു പാവയ്ക്ക മെഴുക്കുവരട്ടി. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും കൂടി നല്ലപോലെ ഇളക്കുക. ഇതൊന്ന് ഇളക്കി ഒന്നെന്തായി കൈ വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 പാവയ്ക്ക, വെള്ളത്തിൽ അരിഞ്ഞ് വെച്ച പാവയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആണ്. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയുക. താങ്ക് യു. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് നോക്കാം.